ഇന്ന് തൃശ്ശൂരിൽ പുലികളിറങ്ങും. ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് 2:30 വിവിധ ദേശങ്ങളിൽ നിന്നും പുറപ്പെടുന്ന പുലികൾ 4 മണിയോടെ സ്വരാജ് റൗണ്ടിലെത്തും. ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജേസൺ ചാമവളപ്പിൽ നൽകും വിശദാംശങ്ങൾ. ജേസൺ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പുലികൾ ഒരുക്കത്തിലേക്ക് കടന്നോ? പിന്നെ നമുക്കപ്പത് പുലി നിൽക്കാൻ കണ്ടില്ലേ, ഗംഭീര വയറൊക്കെ ആയിട്ട്. അങ്ങനെ പുലി വരയ്ക്കാനൊക്കെ ആയിട്ടുള്ള തയ്യാറെടുപ്പായിട്ട് എല്ലാവരും ഊഴം കാത്തു നിൽക്കുകയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് സീതാറാം ടീമിൻ്റെ ഒപ്പമാണ്, സീതാറാം മില്ല് ടീമിൻ്റെ ഒപ്പമാണ്. ഇതിനു മുൻപ് പുലി വേഷം എത്ര വർഷം? ആറാമത്തെ വർഷം. ഇത് എപ്പോട്ട് വര തുടങ്ങും? ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് വര തുടങ്ങും. എത്ര സമയം നിങ്ങൾ ഈ താളം വെക്കുന്നത്? താളം 4 മണി തൊട്ട് ഇറങ്ങും. എന്നിട്ട് കയറുന്ന വരെ കളിച്ച് കയറി ഫസ്റ്റ് അടിക്കുള്ള പരിപാടിക്കാണ് ഈ പ്രാവശ്യം. പേരെന്താ? പേര് സുനീലൻ, വീട് നന്ദിക്കര. അപ്പോൾ ഇത് ഒരു തുടക്കമാണ്. ഏതായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ 7 ടീമാണ് ഇത്തവണ ഇതിലുള്ളത്. ആ 7 ടീമുകളിൽ ഉള്ള എല്ലാ പുലി മടകളിലും വരകൾ തുടങ്ങുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ആദ്യഘട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ നാം ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇപ്പോൾ നമുക്കൊരു വര അവിടെ നടക്കുന്നുണ്ട്. ആ വര വരയ്ക്കുന്നത് കാണാം. ഇപ്പോൾ വലിയ വയറുമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പേരെന്താ? പ്രജോഷ്. ഇത് ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ് പുലികളി? ഇതിപ്പോൾ അങ്ങനെ വരാനുള്ള കാരണം? കുറെ നാളായി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പുലിയുടെ തുടക്കമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ എത്ര കാലമായി വരയ്ക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 42 കൊല്ലമായി. 45 കൊല്ലമായിട്ട് പുലി വര. 42 വർഷമായിട്ട്. ഏത് സീതാറാമിന് വേണ്ടിയാണോ അത് മറ്റു ടീമുകൾക്ക് വേണ്ടി? ഞാൻ ഒരു എല്ലാ ടീമിലും വരച്ചിട്ടുണ്ടാവും. ഏറ്റവും എളുപ്പത്തിൽ വരയ്ക്കാൻ കഴിയുന്ന പുലി ഏതാ? അത് ബ്ലാക്ക് പുലിയാണ്. ബ്ലാക്ക് പുലി അല്ല, അത് നമുക്ക് 2 കളർ വേണ്ടോ. പിന്നെ ആയിരിക്കുമല്ലോ ചെറിയ 3-4 ടോണൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് പൊലിപ്പിക്കാന്ന് മാത്രമാണോ. എളുപ്പം വരയ്ക്കുമ്പോൾ പല കളറും സൂക്ഷ്മത വേണം. ഇപ്പോൾ നമുക്ക് ഈ കാണാം വലിയ പുലി. ഒരുപക്ഷെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ വയറുള്ള പുലിയുടെ ഉടമയാണ് ഈ നിൽക്കുന്നത്. ഇതാണ് ഈ പുലികളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും വയറുള്ളവർക്ക് ഡിമാൻഡ് ഉണ്ടാകാവുന്ന ഏക കാലമാണ് ഈ പുലികളി കാലം. അല്ലെങ്കിൽ തടി കൂടുന്നതൊക്കെയും വലിയ രീതിയിൽ ആളുകൾ പരിഹസിക്കുന്നതിന് പകരം ഈ വയറ് കൂടുമ്പോൾ അതിന് ഏറ്റവും ഡിമാൻഡ് ഉണ്ടാകുന്നതാണ് പുലികളി കാലത്താണ്, അല്ലേ? അതെ. ഇപ്പോൾ ഇത്തവണ ഇവിടെ എത്ര ടീമുണ്ട്, എത്ര പുലികളുണ്ട്? 51 ഉണ്ട്. എന്തായാലും ഇത്തവണ വ്യത്യസ്തതകളുണ്ട്. വനിതാ പുലികളുണ്ട്, ഒരു വനിത ഉണ്ട്. പിന്നെ കുട്ടിപ്പുലി ഉണ്ട്. കുട്ടിപ്പുലി എത്ര ഉണ്ട്? കുട്ടിപ്പുലി 2-3 ഉണ്ടാവും. അപ്പോൾ എത്ര മണിയോട് ഏകദേശം ഇവിടുന്ന് പുറപ്പെടും? 2:30 പുറപ്പെടും ഇവിടുന്ന്. അത് ഇപ്രാവശ്യം തീരുമാനമാണ്. കഴിഞ്ഞ പ്രാവശ്യം ലേറ്റായി. ഇപ്രാവശ്യം 2:30 ഞങ്ങൾ 1-ാം നമ്പർ ഞങ്ങളുടെയാണ്. സീതാറാമിൽ ദേശത്തിൻ്റെ 1-ാം നമ്പറാണ്. അത് നാക്കനാലിൽ എത്തണം 5 മണിക്ക്. അവർ 5 മണിക്ക് എത്തണം. നടുവിലാൽ വഴിയല്ലേ കയറുന്നത്? നടുവിലാലിൽ ഫസ്റ്റ് കളി അവിടെയാണ്. ഞങ്ങളുടെ ഉദ്ഘാടന കളി അവിടെയാണ്. ഗണപതിയുടെ മുമ്പിൽ ഞങ്ങളുടെ കളി. ആള് അത്യാവശ്യം സീരിയല് ഇതിലൊക്കെ അഭിനയിക്കുന്ന ആളാണ് കേട്ടോ. ആള് പുലിയാണ്, കലാരംഗത്തുകാരനാണ്. അപ്പോൾ ഏകദേശം 2:30 എല്ലാ പുലിമടകളിൽ നിന്നും പുലി സംഘങ്ങൾ പുറപ്പെടും. ഏകദേശം 5 മണിയോടുകൂടിയാണ് സ്വരാജ് റൗണ്ടിലേക്ക് ഈ സംഘങ്ങൾ എത്തുക. പിന്നീട് സ്വരാജ് റൗണ്ട് വലം വെച്ച് നടുവിലാൽ ഗണപതിക്ക് തേങ്ങ ഉടച്ച് സ്വരാജ് റൗണ്ട് വലം വെച്ച് ഏകദേശം 9 മണിയോടുകൂടിയാണ് പുലികളി അവസാനിക്കുക. ഏതായാലും എല്ലാ സംഘങ്ങളും ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ് നമുക്ക് നേരത്തെ കണ്ടു. ഏറ്റവും വലിയ വയറുള്ള ഒരാളെ വളരെ ഭംഗിയായിട്ട് പുലി വരയ്ക്കുന്ന ഒരു ചിത്രം നാം കണ്ടു. അത്തരത്തിലുള്ള വയറുള്ള ആളുകൾക്കാണ് വലിയ ഡിമാൻഡ്. അത്തരത്തിൽ ആളുകൾക്ക് തെരഞ്ഞു പിടിച്ച് പുലികളാക്കാൻ കണ്ടെത്തുക എന്നതാണ് ഈ പുലികൾ സംഘങ്ങളുടെ ഏറ്റവും വലിയ ആവേശവും. അത്തരത്തിൽ വലിയ പുലികളെ നിരത്തിക്കൊണ്ട് ഏറ്റവും ഗംഭീരമാക്കി നടത്തുക എന്നതാണ് ഇത്തവണത്തെ 7 സംഘങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. ആദ്യഘട്ടത്തിൽ പുലികളിക്കൊക്കെ വലിയ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആശങ്കകളെല്ലാം അസ്ഥാനത്തായി ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഏറ്റവും ഗംഭീരമായി പുലികളി നടത്താനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി പുലികളുടെ ദേഹത്ത് പുലി വരയ്ക്കുക, അവരെ വേഷമിടുക, നിശ്ചല ദൃശ്യങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ട് ആ നിശ്ചല ദൃശ്യങ്ങളൊക്കെയും 2 മണിയോടുകൂടി തെരുവിലേക്ക് ഇറങ്ങും. അതിനുശേഷം വലിയ മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി സ്വരാജ് റൗണ്ടിലെത്തി 9 മണിയോടുകൂടി പുലികളി സമാപിക്കും.